പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. आज हम बहुत ही एक खास विषय के ऊपर में अध्ययन करना है. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരണം സാത്താൻ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് ദൈവം ഇവിടെ പ്രവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തുന്നതിന് തടസ്സമായി സാത്താന്റെ സകല അന്ധകാര ശക്തികളെ നമുക്ക് ശാസിച്ച് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. हम प्रार्थना करेंगे. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്നു. परमेश्वर पिता, हम आपके पुत्र यीशु मसीह के नाम में आपके पास आते हैं. അവിടുത്തെ ഇഷ്ടം ഇന്ന് ഇവിടെ നിറവേറണമേ. आपकी इच्छा आज हमारे बीच में पूरी हो. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടേതായ ടെക്നോളജിയും ഇതിനകത്തെ ഈ നെറ്റ്വർക്കും എല്ലാ കാര്യങ്ങളും അങ്ങേ ഏൽപ്പിക്കുന്നു. हमारे सारे उपकरण जो हैं हम आपके हाथों में सौंपते हैं. എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. हर एक व्यक्ति जो इस बातों को सुनते हैं उन्हें भी आपके हाथों में सौंपते हैं खुदा. ഇത് കേൾക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെ മേലും അങ്ങയുടെ ആത്മാവ് പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. यहाँ तक ये आवाज पहुंचती है, प्रत्येक जीवन में आपके पवित्र आत्मा कार्य करने के लिए प्रार्थना करते हैं. ഇന്നത്തെ മീറ്റിംഗിന് തടസ്സമായി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെ 35-ാം സങ്കീർത്തനത്തിന്റെ പ്രിവിലേജിൽ നീ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. आज जो वचन के खिलाफ खड़े हुए हर एक और दुष्ट ताकतों को प्रभु यीशु के नाम से हम डांटते हैं. ദൈവമേ, നീ തന്നെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. प्रभु जी, हम आप अपने नाम की महिमा के लिए आज हमारी मदद करें. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. सब कुछ यीशु मसीह के नाम से मांगते हैं. आमीन. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ താഴോട്ടാണ് നമ്മൾ വായിച്ചത്. मत्ती सुसमाचार 15 उसके 7 से आगे के पदों को हम पढ़े हैं. ഈ വേദഭാഗം നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചതാണ്. इसमें से कुछ बातों को जब हम 16 आयत के अध्ययन में हमने कुछ बातों को विचार किए हैं. ഇന്ന് അത് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. आज हमें पवित्र आत्मा इसलिए इकट्ठा किया है कि और भी कुछ गहराई से इन बातों को हम अध्ययन करें. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. आज जो वचन हमने लिया है बहुत ही महत्वपूर्ण है. അതിൻ്റെതായ തടസ്സങ്ങളാണ് നമ്മൾ ആദ്യം ഒക്കെ കണ്ടത്. उसी के सिलसिले में कुछ रुकावटें हमने शुरू में देखे हैं. ദൈവത്തിന്റെ ഉദ്ദേശം ഇവിടെ ഇന്ന് നടപ്പാക്കുക തന്നെ ചെയ്യും. लेकिन परमेश्वर की इच्छा आज हमारे बीच में जाहिर होगा. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ വാഞ്ചയോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഇന്ന് പുതിയൊരു തലത്തിലോട്ട്, പുതിയൊരു മണ്ഡലത്തിലോട്ട് നമ്മളെ മാറ്റുവാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു. और परमेश्वर हमें आज एक नए तल में ले जाना चाहते हैं यदि हम पूरी आग्रह के साथ परमेश्वर के सम्मुख ठहरे तो. നമ്മൾ ഈ വായിച്ച വേദഭാഗത്തില് നമ്മൾ വളരെ വ്യക്തമായി കാണുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ മിക്കവാറും എല്ലാ പ്രശ്നത്തിന്റെയും ഒരു അടിസ്ഥാനമായ കാരണം നമ്മുടെ ഹൃദയത്തിന്റെ തന്നെ പ്രശ്നമാണ്. इन पदों में से जब हमने पढ़ा है उसमें से एक चीज साफ हमें मालूम चलता है कि हमारे काफी कुछ समस्याओं का कारण हमारे दिल की कुछ सोच और विचार होता है. അതുകൊണ്ടാണ് ഇവിടെ 16-ാം വാക്യം മുതൽ താഴോട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് അവൻ പറഞ്ഞത്, നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ വായിക്കകത്ത് കിടക്കുന്നത് എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്നും വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു, മനുഷ്യനെ അശുദ്ധമാക്കുന്നു. ഇതത്രേ കഴുകാത്ത കൈ കൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. 16 पद से इस तरह से पढ़ते उसने कहा, क्या तुम भी अब तक ना समझ हो? क्या तुम नहीं जानते हो कि जो कुछ मुंह में जाता और पेट में पड़ता है और संडास से निकल जाता है
पर जो कुछ मुंह से निकलता है वो मन से निकलता है और वही मनुष्य को अशुद्ध करता है, क्योंकि बुरे विचार, हत्या, परस्त्री गमन, व्यभिचार, चोरी, झूठी गवाही और निंदा मन ही से निकलती हैं। यही है जो मनुष्य को अशुद्ध करती हैं, परंतु हाथ बिना धोए भोजन करना मनुष्य को अशुद्ध नहीं करता। ഹല്ലേലൂയ. യെസ്, ഈ വേദഭാഗം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പരിമിതമായിട്ടൊന്ന് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ അത് പഠിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. पिछले दिनों में इन पदों के ऊपर में हमने थोड़ा सा विचार किया था, लेकिन आज और भी गहराई से इनके मतलब हम समझने की कोशिश करेंगे। യെസ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തില് ഇങ്ങനെ ദുർനിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഇതുപോലത്തെ ദുശ്ചിന്തയും കൊലപാതകവും ദൂഷണവും അതുപോലെ കള്ളസാക്ഷ്യവും മോഷണവും ഇതുപോലെ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറപ്പെട്ടു വരുന്നത്? हमारे मन में से ऐसे क्यों बुरे विचार और हर तरह की बुरी बुरी बातें यहाँ पर बताया गया, जैसे हत्या, परस्त्री गमन, व्यभिचार, झूठी गवाही देना, ये सब क्यों निकलता है? അത് നമുക്ക് അതിന്മേൽ എന്തു ചെയ്യാൻ പറ്റും, അങ്ങനെ വരുന്നത് കൊണ്ട് പ്രശ്നവും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. वो उसके ऊपर क्या हम कुछ नियंत्रण कर सकते हैं, उसे रोकने के लिए हमारे पास में कोई उपाय है? इन बातों को आज हम देखेंगे। കുറച്ചുനാൾ വരെ മുമ്പ് വരെ ഞാൻ ഇങ്ങനെ കരുതിയിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പല പെന്തക്കോസ്തുകാരും കരുതുന്ന ഒരു ചിന്താഗതിയുണ്ട്. അതിങ്ങനെയാണ്: നമ്മുടെ ഹൃദയത്തില് തെറ്റായ ചിന്ത വരുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാല് ആ ചിന്തയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ചാൽ മാത്രമേ അതൊരു പ്രശ്നമായി വരുന്നുള്ളൂ. कुछ समय पहले तक भी और कुछ लोग अभी भी इस तरह से विचार रखते हैं कि ऐसे बुरी बातें विचार के तौर पर हमारे मन में अगर आ जाते हैं तो उसे कोई दोष नहीं है, किंतु जब हम उस विचार को हम किसी तरह के कार्यशील में बदलते हैं तब जाकर के उसे नुकसान होता है, खराब होता है। ഹല്ലേലൂയ. പക്ഷെ ഇവിടെ യേശു പറഞ്ഞത് ശ്രദ്ധിച്ചോ? വളരെ വളരെ വ്യക്തമായി യേശു പറഞ്ഞു, ദുശ്ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ അത് നമ്മളെ അശുദ്ധമാക്കുന്ന കാര്യം തന്നെയാണെന്ന് യേശു ഇവിടെ പറയുന്നു. लेकिन यीशु मसीह यहाँ पर एक चीज साफ बताते हैं। सबसे प्रथम, अगर बुरे विचार हमारे मन से आते हैं तो वो हमें अशुद्ध करने वाली चीज है। ഹല്ലേലൂയ. അപ്പോൾ നമ്മുടേതായ ആ ചിന്താഗതി ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ട ഒരു ദിവസമാണെന്ന് നമ്മൾ അത് വ്യക്തമായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയോടുകൂടി ഇരുന്നാല് വ്യക്തമായി ദൈവം നമ്മളോട് സംസാരിക്കുക തന്നെ ചെയ്യും. आज उस विचार को ही एक बार हमें पुनः विचार करना, सोचना है। अगर हम ध्यान से परमेश्वर से प्रार्थना के साथ ठहरेंगे तो प्रभु इन बातों को आज हमें बताएंगे। നമ്മള് ഈ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ഞാൻ ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. लूका सुसमाचार उसके 9:37 से लेके 42 तक के पदों को इस समय में इनके साथ मिलाकर पढ़ना चाहता हूँ। 37-ാം വാക്യം മുതൽ ഇങ്ങനെയാണ്: പിറ്റേന്നാൾ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ബഹുപുരുഷാരം അവനെ എതിരേറ്റു. കൂട്ടത്തിൽ ഒരാൾ നിലവിളിച്ച്, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമേ എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവേ നിലവിളിക്കുന്നു. അത് അവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അതിനെ പുറത്താക്കുവാൻ നിന്റെ ശിഷ്യന്മാരുടെ അപേക്ഷിച്ചെങ്കിൽ അവർ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നു നിങ്ങളെ സഹിക്കും. നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ച് ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. दूसरे दिन जब वे पहाड़ से उतरे तो एक बड़ी भीड़ उससे आ मिली, और देखो भीड़ में से एक मनुष्य ने चिल्लाकर कहा, हे गुरु, मैं तुझसे विनती करता हूं कि मेरे पुत्र पर कृपा दृष्टि कर, क्योंकि वह मेरा एकलौता है। और देख, एक दुष्टात्मा उसे पकड़ती है और एकाएक चिल्ला उठता है, और वह उससे ऐसा मरोड़ती है कि वह मुंह से फेन भर लाता है और उसे कुचल कर कठिनाई से छोड़ती है।
मैंने तेरे चेलों से विनती की कि उसे निकाले, परंतु वे ना निकाल सके। यीशु ने उत्तर दिया, हे अविश्वासी और हठीले लोगों, मैं कब तक तुम्हारे साथ रहूंगा और तुम्हारी सहूंगा। अपने पुत्र को यहाँ ले आ। और वो आ ही रहा था कि दुष्ट आत्मा उसे पटक कर मरोड़ा, परंतु यीशु ने शुद्ध आत्मा को डांटा और लड़के को अच्छा करके उसके पिता को सौंप दिया। ഹല്ലേലൂയ. ഇനി ആ നടന്ന സംഭവത്തിന്റെ ബാക്കി ഭാഗം ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 17-ന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്നു. ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. और इस घटना के आगे के बाद हम मत्ती सुसमाचार 17 उसका 19 से लेकर के पढ़ते हैं। तब चेलों ने एकांत में यीशु के पास आकर कहा, हम उसे क्यों नहीं निकाल सके। उसने उसे कहा, अपने विश्वास की घटी के कारण, क्योंकि मैं तुमसे सच कहता हूं, यदि तुम्हारा विश्वास राई के दाने के बराबर भी हो तो इस पहाड़ से कह सकोगे, यहाँ से सरक कर वहां चले जा, तो वो चला जाएगा। और कोई बात तुम्हारे लिए असंभव ना होंगे। पर ये जाति बिना प्रार्थना और उपवास के नहीं निकलती। ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗം തന്നെയാണെന്ന് എനിക്കറിയാം. മാത്രമല്ല ഞാൻ ഇത് തന്നെ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണെന്നും എനിക്കറിയാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നത് കൊണ്ട് മാത്രം ഈ ഒരു കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചിട്ട് അടുത്ത ഭാഗങ്ങളിലോട്ട് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. मैं अच्छी तरह जानता हूं कि ये सबको इसके बारे में हमने सब कई बार सुने हैं, पढ़े हैं, फिर भी पवित्र आत्मा ने आज मुझे अगुवाई दी, इसलिए मैं दोबारा इसको दोहराना चाहता हूं. ഹല്ലേലൂയ. ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ശിഷ്യന്മാർക്ക് ആ ഒരു കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു ദുരാത്മാവിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ഇങ്ങനെയാണ് അവരെ ശാസിച്ച് പറയുന്നത്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. അതായത് അവിശ്വാസം കാരണം ആണ് യഥാർത്ഥമായ ശിഷ്യന്മാർക്ക് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ കഴിയാതിരുന്നത്. देखिए, जब ये व्यक्ति को चेलों के पास लेके आए थे, उन्होंने क्यों ठीक नहीं कर पाया, जिसका यीशु मसीह यहाँ पर वर्णन करते हैं, और उन्हें डांट कर कहने लगते हैं अविश्वासी और हठीले लोगों, उनके उस अवस्था को यीशु मसीह यहाँ पर बताते हैं. ഹല്ലേലൂയ. അപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിലുള്ള അവിശ്വാസമാണ് അവിടുത്തെ മെയിൻ പ്രശ്നമെന്ന് യേശു അവിടെ അർത്ഥശങ്കയ്ക്കില്ലാതെ വളരെ വ്യക്തമായി പറയുന്നു. साफ मतलब यीशु मसीह का यहाँ पर कहना यह है कि जो चेले लोगों के अंदर में विश्वास की कमी है. ഹല്ലേലൂയ. ഇവിടെ രണ്ട് വാക്യം ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം യേശു പറഞ്ഞ ശാസിച്ച വാക്യം അല്ലെങ്കിൽ വാക്ക് അവിശ്വാസവും കോട്ടമുള്ള തലമുറയെന്നും, അതിനുശേഷം പിന്നീട് പറഞ്ഞത് അല്പവിശ്വാസ നിമിത്തം അത്രേ എന്നുമാണ് പറഞ്ഞത്. देखिए, सबसे पहले यीशु मसीह उन्हें इस तरह से कहते हैं, ये अविश्वासी और हठीले लोग. उसके पश्चात यीशु मसीह जब उन्हें बताते हैं तो बोलते हैं, तुम्हारे विश्वास की कमी के कारण से तुम ये नहीं कर पाए हैं. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അല്പവിശ്വാസം എന്ന് പറഞ്ഞത് അവിടെ? वो उन लोगों से ऐसा क्यों कहा कि आपके विश्वास की घटी के विषय. അതായത് അതിനകത്ത് ഇത്രയാണ് അതിന്റെ യഥാർത്ഥമായ ആശയം. ഈ ദേഹത്തിൽ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തില് വിശ്വാസവും ഉണ്ട്, അവിശ്വാസവും ഉണ്ട്, രണ്ടും വസിക്കുന്നു. അതിനകത്ത് അവിശ്വാസമാണ് ഈ അവരിലുള്ള യേശുവിനുള്ള അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തെക്കാളും കൂടുതൽ അവരിൽ അവിശ്വാസമാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് അല്പവിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. देखिए, इन चेलों के मन में विश्वास भी है और अविश्वास भी है, और इसलिए वो बताया गया है कि उनके मन में विश्वास से ज्यादा अविश्वास है, इसलिए उन्हें अल्पविश्वासी कहा गया है.
ഹല്ലേലൂയ. അതിനുശേഷം യേശുവിടെ വളരെ വ്യക്തമായി ഒരു കമ്പാരിസൺ നടത്തുന്നു. നിങ്ങള് ഈ മലയോട് വിശ്വാസത്തോടെ ഇവിടെ നിന്ന് നീ അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും എന്നുള്ള കാര്യം ഇവിടെ വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുന്നു. और उस पश्चात यीशु मसीह उनसे ये भी कहता है, यदि तुम्हारे विश्वास राई के दाने के बराबर भी हो तो इस पहाड़ से कह सकोगे कि यहाँ से सरक कर वहां चले जा. ये भी बात बताते हैं वहां. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ യേശു പറഞ്ഞ അല്ലെങ്കിൽ യേശു വിളിച്ച ഒരു കാര്യം കണ്ടോ? അവരുടെ അവിശ്വാസത്തെ യേശു ഒരു മലയോട് ഉപമിക്കുന്നു. देखिए, उनकी अविश्वास को यीशु मसीह एक पहाड़ से तुलना करते हैं. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഹൃദയത്തില് പലപ്പോഴും ഇതുപോലെ അവിശ്വാസം പോലത്തെ പ്രശ്നങ്ങള്, അല്ലെങ്കിൽ പക പോലത്തെ പ്രശ്നങ്ങള്, അതുപോലെ പിണക്കം, ജാരശങ്ക, ദുർന്നുപക്ഷം, അതുപോലെ വ്യഭിചാരം, കള്ളത്തരങ്ങള്, കൊലപാതകങ്ങള്, അങ്ങനെ പല പല മലകളും കല്ലുകളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കാതെ, ദൈവത്തിന്റെ ഉദ്ദേശം യഥാർത്ഥമായി അവിടെ വെളിപ്പെടാതെ തടസ്സമായി വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. देखिए, इसी के समान, अविश्वास के समान हमारे मन में और भी जो बातें यहाँ पर आगे हमने पढ़ा था, वो हमारे मन में एक पहाड़ के समान जो बुरे विचार हो, हमारे मन में शंकाएं हो, जो परमेश्वर के वचन के खिलाफ में खड़े होते हैं, तो ऐसे पहाड़ के समान हमारे मन में है. तो वो जो परमेश्वर हमसे जो काम कराना चाहता है वो पूरा नहीं होगा. इन बातों को आज हम समझ रहे हैं. ഹല്ലേലൂയ. ഇനി നമുക്ക് ഇതുപോലത്തെ മലകളെ അല്ലെങ്കിൽ ഇതുപോലത്തെ കല്ലുകളെ, ഇതുപോലത്തെ പ്രശ്നങ്ങളെ എങ്ങനെ മാറ്റാമെന്നാണ് ഇനി അടുത്ത് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. देखो, हम इस पे अभी ध्यान लगाएंगे कि हमारे मन के अंदर में इस तरह पहाड़ जैसा जो बातें हैं, अन्य बातें हैं, इसे हम कैसे दूर कर सकते हैं, इस विषय में हम देखेंगे. ഹല്ലേലൂയ. അതിനുവേണ്ടി യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 41-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുന്നു. इसके लिए हम यशायाह नबी के किताब में आएंगे, उसके 41वां अध्याय में 15 और 16 पदों को पढ़ेंगे. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടുക്കുകയും കുന്നുകളെ പതിറുപോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. देख, मैंने तुझे छुरी वाले दावने का एक नया और चोखा यंत्र ठहराया है. तू पहाड़ों को दांव दांव कर सूक्ष्म धूल कर देगा और पहाड़ियों को तू भूसे के समान कर देगा. तू उसको पटकेगा और पवन उन्हें उड़ा ले जाएगी और आंधी उन्हें तितर बितर कर देगी. परंतु तू यहोवा के कारण मगन होगा और इस्राएल के पवित्र के कारण बड़ाई मारेगा. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ വളരെ വ്യക്തമായി മലകളെ എങ്ങനെയാ നീക്കേണ്ടതെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായി ഇവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് ഈ മലകളെ പൊടിച്ച് പതിരാക്കി പറ്റിക്കളയുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുക. അത് ഉപയോഗിച്ചാൽ മതി നമ്മുടെ ഹൃദയത്തിലെ മല പോലത്തെ പ്രശ്നങ്ങളെ, മല പോലത്തെ ദുർനിക്ഷേപങ്ങളെ നമുക്ക് അത് പരിപൂർണമായി ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുന്നതായിട്ടാണ് വളരെ വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുന്നത്. देखिए, वहां पर बड़े स्पष्ट तरीके से यहाँ पर लिखा गया है, जो भी हमारे मन के अंदर में पहाड़ जैसा जो बातें हैं, अविश्वास से लेकर हर बुरी बातों को हम किस तरह से तोड़ सकते हैं, उसको कैसे पवन में उड़ा सकते हैं, ये सारी बातें यहाँ पर लिखा हुआ है. ഹല്ലേലൂയ. ആ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 17-ാം വാക്യത്തില് 17-ാം അധ്യായത്തിൽ ആ പറഞ്ഞിരിക്കുന്ന യേശു പറഞ്ഞ കാര്യം കണ്ടോ? നമ്മള് ഈ മലയോട് കൽപ്പിക്കണം, ഈ ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറയണം. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ ചില പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ അത് നമ്മൾ
പറയാത്തിടത്തോളം കാലം അത് അവിടുന്ന് നീങ്ങത്തില്ല. കാരണം ആ ഉത്തരവാദിത്വം നമ്മളെയാ നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്, നമ്മളാണ് പൊടിക്കേണ്ടത്, നമ്മളാണ് മെതിക്കേണ്ടത്, നമ്മുടെ കയ്യിലാണ് അത്ര ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി കളഞ്ഞാൽ കാറ്റടിപ്പിക്കുന്ന കാര്യം ദൈവം ഏറ്റു. ദൈവം പരിശുദ്ധാത്മാവിന്റെ കാറ്റിനാൽ ഈ കാര്യത്തെ എടുത്തോണ്ട് പോണ കാര്യം ദൈവം ഏറ്റു. പക്ഷെ അത്രയും കാര്യം നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. നമ്മൾ തന്നെ നമ്മുടെ ഹൃദയത്തിലെ പ്രശ്നം അക്സെപ്റ്റ് ചെയ്ത് അത് മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാതെ കാര്യങ്ങൾ ഒരിക്കലും യഥാർത്ഥമായ രീതിയിലായി മാറത്തില്ല എന്നാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. हम साफ तरह से समझ लेता है कि हमारे मन के अंदर में जो भी पहाड़ जैसा बातें हैं उससे चकनाचूर करने का, तोड़ मरोड़ करने का अधिकार हमारे हाथ में दिया है। और ये बात हम अपने आप में करना है। अगर हम इसे जैसा दाव दाकर सूक्ष्म धूल जैसा कर देता है तो हवा पवन चलाकर इसे उड़ा ले जाने का काम परमेश्वर का है। लेकिन पहले हमारा ये जरूरी है कि हमें विनती करना है, हमें उसे तैयार करना है, हमें उसे आदेश देना है कि हमारे अंदर से निकल जाएं, तब जाके परमेश्वर के कार्य पूरा होगा। ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. നമ്മൾ അത് ചെയ്യുന്നുവെങ്കിൽ ആ ചെങ്കടലില് കാറ്റടിച്ചിട്ട് ആമേൻ ചെങ്കടലിനെ രണ്ടായി പിളർത്തി അതേ കാറ്റിനാല് അവർ ബറവോനെയും അവന്റെ സൈന്യത്തെയും മുക്കിക്കളഞ്ഞ ദൈവം ആമേൻ എന്നേക്കുമായി ഇസ്രായേലിന് മിസ്രൈമിൽ നിന്നൊരു പെർമനന്റ് വിടുതൽ കൊടുത്തതുപോലെ നമ്മള് ഇതിനെ പൊടിച്ച് പതിരാക്കി പാറ്റി കളയുമെങ്കിൽ ദൈവം ആമേൻ അവന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ച് എന്നേക്കുമായി ആ ഒരു വീക്ക്നെസ്, ഏതാണോ വീക്ക്നെസ്, ആ വീക്ക്നെസ് പരിപൂർണമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറി പോകുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. देखिए, जो भी कमजोरी हमारे जीवन में है, हृदय में भरा हुआ है, उसे जैसा हम परमेश्वर से आग्रह करेंगे और उसे आदेश देंगे तो जिस तरह से हवा उस लाल समुद्र में चलाकर उसे धोख भाग करके अपने लोगों को उसमें से परमेश्वर ने निकाल कर लेके गया और फरो और उसकी सारी सेना को उस लाल समुद्र में डुबा दिया है, वही पवन आज हमारे भी जीवन में ऐसा कार्य करेगा हमेशा के लिए। जो भी बंधन हमारे जीवन में हैं, जो भी परेशानी हमारे जीवन के हैं, जो भी शंकाएं हमारे जीवन में हैं, इसे दूर करके हमेशा के लिए हमें आजाद कर सकता है। ഹല്ലേലൂയ. നമ്മള് ഇനി പോകുന്നത് ഇത് ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ യേശുവിന്റെ രക്തം കൊണ്ടുള്ള കഴുകലിലൂടെ നമ്മുടെ ഹൃദയം പുതുക്കപ്പെടുന്നില്ലേ? അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥമായി ഒരു ഒരു ഹൃദയത്തിൻ്റെതായ മാറ്റം യേശുവിന്റെ രക്തത്തിലൂടെ അവന്റെ കഴുകലിലൂടെ സാധിക്കുന്നുണ്ടോ ഇല്ലയോ? ആ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുവാനാണ് ഇനി പോകുന്നത്. देखिए, इसके बाद हम उस विषय को और गहराई से सीखेंगे। क्या यीशु मसीह में हम विश्वास करने से हमारे उद्धार हुआ है? यीशु का लहू हमारे पापों को साफ करता है या नहीं? इस बात को हम और भी अच्छी तरह से समझेंगे। എന്താണ് അതിന്റെ യഥാർത്ഥമായ പ്രൊസീജിയർ? എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ പൊടിക്കുന്നതും പതിരാക്കുന്നതും കാര്യം എഴുതിയിരിക്കുന്നു? ഇവിടെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു, നമ്മുടെ ഹൃദയത്തിലെ പ്രശ്നം ഇങ്ങനെ മല പോലിരിക്കുന്നു, അതിങ്ങനെ പൊടിക്കണം. ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ ദൈവികമാണോ? ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലെ ഇതിനൊരു കോറിലേറ്റഡ് ആയിട്ടുള്ള വാക്യങ്ങളുണ്ടോ? ഇത് എത്രത്തോളം ശരിയാണ്? അങ്ങനെയുള്ള ചോദ്യം എനിക്കും ഉണ്ടായിരുന്നു. ആ ചോദ്യം തീർക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അതിനുവേണ്ടി യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. देखिए, ये इस तरह के सवाल मेरे भी मन में था। क्या ये वास्तव में ऐसा ही है? क्या मेरे मन में ऐसी बातें होते हैं? क्या मुझे इसको सफाई करना जरूरी है? ये सारे चीजें हम एजेकियल के किताब में से हम पढ़ सकेंगे। उसके 36-25 मुതൽ 27 വരെ 36 के आयत उसका 26 पद को से लेकर के हम पढ़ेंगे। എസ്കേലിന്റെ പുസ്തകം 36-25 മുതൽ താഴോട്ട് ഞാൻ വായിക്കുന്നു. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും.
ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. 25 से लेकर के हम इस तरह से पढ़ते हैं, मैं तुम पर शुद्ध जल छिड़कूंगा और तुम शुद्ध हो जाओगी, और मैं तुमको तुम्हारी सारी अशुद्धता और मूर्तों से शुद्ध करूंगा. मैं तुमको नया मन दूंगा और तुम्हारे भीतर नई आत्मा उत्पन्न करूंगा, और तुम्हारे देह में से पत्थर का हृदय निकालकर तुमको मांस का हृदय दूंगा. मैं अपने आत्मा तुम्हारे भीतर देखकर ऐसा करूंगा कि तुम मेरी विधियों पर चलोगे और मेरे नियमों को मानकर उनके अनुसार करोगे. ഹല്ലേലൂയ. ഈ വേദവാക്യത്തില് നമ്മള് അതിനെ വളരെ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ 3 സ്റ്റെപ്പ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ये वचनों को जब हम देखते हैं, इसमें 3 बातें, 3 पायदान हमें यहाँ पर मिलते हैं. ഇവിടുത്തെ 25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. 25 में लिखा है कि मैं तुम पर शुद्ध जल छिड़कूंगा और तुम शुद्ध हो जाओगे, और मैं तुमको तुम्हारी सारी अशुद्धता से मूर्तों से शुद्ध करूंगा. സ്റ്റെപ്പ് 1 ഇങ്ങനെയാണ്, നമുക്കൊരു ശുദ്ധീകരണം വരണമെങ്കിൽ ദൈവത്തിൽ നിന്ന് നിർമ്മല ജലം കിട്ടിയ തീരും. നിർമ്മല ജലത്താൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. पहला पायदान यह है कि हमें पवित्र शुद्ध करने के लिए परमेश्वर की ओर से उस शुद्ध जल की जरूरत है, उसके द्वारा ही हमें धोकर शुद्ध करेंगे. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ദൈവം പുതിയൊരു ഹൃദയം തരും എന്ന് പറയുന്നു, അതുപോലെ പുതിയൊരു ആത്മാവിനെ തരുമെന്ന് പറയുന്നു. അവിടെ തന്നെ ദൈവം അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നു, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയങ്ങളെ നീക്കി, അതെ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം തരുമെന്ന് പറയുന്നു. और दूसरी पायदान में ये बताते हैं, मैं तुमको एक नया मन दूंगा और तुम्हारे भीतर एक नया आत्मा उत्पन्न करूंगा. केवल इतना ही नहीं, तुम्हारे देह में से उस पत्थर का हृदय को निकाल देंगे और मांस का हृदय देंगे. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, നമ്മുടെ ജഡത്തിൽ നിന്ന് നീക്കിയിട്ടാണ് പുതിയ ഹൃദയം നൽകുന്നത്. അതായത് നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ ജഡത്തിൽ നിന്ന് നമ്മുടെ കല്ലായുള്ള അവസ്ഥകളെ നീക്കി ദൈവം പുതിയൊരു ഹൃദയവും തരും, അതിനുശേഷം പുതിയൊരു ആത്മാവിനെ തരുമെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. देखिए, यहाँ पर साफ ये लिखा है, हमारे इस जीवन में ही हमारे शरीर में हम रहते हुए हमारे मन को, हृदय को ऐसा बदलता है और एक नई आत्मा भी हमारे अंदर देता है. ഹല്ലേലൂയ. യെസ് ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോ, ഹല്ലേലൂയ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുതിയ ഹൃദയം കിട്ടുന്നതോ പുതിയ ആത്മാവിനെ കിട്ടുന്നതോ അല്ല, പകരം അത് ശുദ്ധീകരണമാണ്. ഫസ്റ്റ് സ്റ്റെപ്പില് നമുക്ക് പുതിയ ഹൃദയം കിട്ടത്തില്ല, പുതിയ ആത്മാവിനെ കിട്ടത്തില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ദൈവം തരുന്നത് ആ ശുദ്ധ ജലമാ, അവന്റെ ജീവജലത്തിന്റെ നീരുറവയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ശുദ്ധീകരണമാണ്. അതേസമയം അടുത്ത സ്റ്റെപ്പിലാണ് നമുക്ക് പുതിയ ഹൃദയം നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കല്ലായുള്ള ഹൃദയങ്ങളെ മാറുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. പുതിയ ആത്മാവിന്റെ ബലങ്ങളെ കിട്ടുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമപ്രധാനമായ കാര്യം. देखिए, एक बात यहाँ पर साफ हमें समझना है. एक खास बात यह है कि पहले हमें शुद्ध मन नहीं मिलता है, पहले हमें शुद्ध जल मिलता है, जिससे हमें शुद्ध होना पड़ता है. उसके पश्चात ही हमें एक ऐसा मन देता है, हमारे हृदय का परिवर्तन वो दूसरे पायदान पे आता है.
ഹല്ലേലൂയ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ആമേൻ ഹൃദയം പുതിയതാക്കപ്പെടുകയും നമ്മളില് പുതിയ ആത്മാവിനെ പകരപ്പെടുകയും ചെയ്താൽ മാത്രം നമുക്ക് ദൈവത്തിന്റെ ആമേൻ ചട്ടങ്ങളിലും വഴികളിലും നടക്കുവാൻ പറ്റും. അതായത് ദൈവത്തിന്റെ കൽപ്പനകളെ യഥാർത്ഥമായി പ്രമാണിക്കാൻ പറ്റണമോ, ആമേൻ നമ്മൾ ഈ പ്രോസസ്സിൽ കൂടെ കടന്നു പോയേ തീരൂ. പുതിയ ഹൃദയവും അതെ കല്ലായുള്ള അവസ്ഥ മാറി ഒരു നല്ല മാംസളമായ ഹൃദയം വന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് ആ ആത്മാവിനാല് നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ, ആത്മാവിന്റെ കൺട്രോളിലായിരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയുള്ളൂ എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് നമ്മൾ ഇന്ന് പഠിച്ച വലിയൊരു കാര്യം. देखिए, ये तीसरे पायदान के बारे में हमने पढ़ा है, मैं अपना आत्मा तुम्हारे भीतर देखकर ऐसा करूंगा कि तुम मेरी विधियों पर चलेंगे और नियमों को मानकर उनके अनुसार करोगे। इसमें स्वयं परमेश्वर भी इसको बड़े जोर दे करके कहता है, तुम अपने मन से नहीं कर सकता है जब तक तुम पवित्रता या शुद्धिकरण अपने जीवन में वो छिड़काव के द्वारा वो जल से धोकर तुम शुद्ध होगे। उसके बाद तुम्हारे मन में परिवर्तन, जो नया मन तुम प्राप्त करोगे, तो ही तुम परमेश्वर की आज्ञाओं पर, परमेश्वर की विधियों पर चल पाएंगे। ये परमेश्वर स्वयं यहाँ पर हमें बताते हैं। ഹല്ലേലൂയ. യെസ് ആമേൻ. ഹല്ലേലൂയ. ഇവിടെ യെസ് ആമേൻ ഈ പഠിച്ച കാര്യത്തിന് പുതിയ നിയമത്തിൽ സപ്പോർട്ട് ഉണ്ടോ എന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തേക്ക് ഈ ഒരു പാർട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇന്ന് പറ്റത്തില്ല. അടുത്ത ആഴ്ചയെ മാത്രമാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-7 വാക്യം വായിച്ചിട്ട് ആ ഒരു കാര്യം പുതിയ നിയമത്തിൽ നിന്നും കൂടെ ഉറപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ആമേൻ ഈ വചന പഠനം നിർത്താം. देखिए, हमारे पास समय की कमी है, इसलिए इसी के सिलसिले में नए नियम से एक पद को पढ़ करके आज समाप्त करेंगे और अगले सप्ताह परमेश्वर के आने में देरी है तो फिर से हम विस्तार रूप से इसका अध्ययन करेंगे। प्रकाशित वाक्य इसका 21वीं आयत उसका 6 पद से हम इस तरह से पढ़ते हैं। फिर उसने मुझसे कहा, ये बातें पूरी हो गई हैं, मैं अल्फा और ओमेगा, आदि और अंत हूं। मैं प्यासों को जीवन के जल के सोते में से सेंध में पिलाऊंगा। नेक्स्ट वाक्य, जो जय पाए वही इन वस्तुओं का वारिस होगा और मैं उनका परमेश्वर होऊंगा और वो मेरा पुत्र होगा। ഹല്ലേലൂയ. മലയാളത്തിൽ കൂടെ വായിക്കുന്നു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവന് എനിക്ക് മകനുമായിരിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ ആഴത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് ആ വാക്യം ഒന്ന് നോക്കിക്കേ. ആ വാക്യത്തിന്റെ 2 കണ്ടീഷനാ ഉള്ളത്. आमेन. हालेलुया. देखिए, ये वचन को बड़े ध्यान से देखें, इसमें 2 खास बात बताए गए हैं। हालेलुया. ആർക്കൊക്കെ ദാഹിക്കുന്നുവോ, യെസ് ഹല്ലേലൂയ, ആ വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ജീവജലത്തിന്റെ നീരുറവ ധാരാളമായി കുടിക്കാൻ പറ്റും. അതിന് ഒരു ലിമിറ്റേഷനും ഇല്ല. യെസ്, എത്ര വേണമെങ്കിലും കുടിക്കാം. देखिए, सबसे प्रथम ये है, जो भी प्यासे हैं वो यहाँ पर आ सकते हैं और जीवन के जल के सोते में से सेंध में जितना मर्जी है वो पी सकता है, कोई रोक टोक नहीं है। ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിച്ചേ, യെസ്, നമ്മള് ജീവജലത്തിന്റെ നീരുറവിന് എത്ര കുടിച്ചാലും സ്വർഗ്ഗത്തിൽ പോകുമെന്നോ, ഈ പറഞ്ഞ ദൈവം യേശാമൻ നമ്മുടെ ദൈവമായിരിക്കുന്നു എന്നോ, അല്ലെങ്കിൽ യേശാമൻ നമ്മൾ അവന്റെ മകനായിരിക്കുമെന്നോ ഒരു ഗ്യാരണ്ടിയും ജീവജലത്തിന്റെ നീരുറന്ന് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നില്ല. പകരം ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇരിക്കുന്നു, ജയിച്ചാൽ മാത്രം വീണ്ടും പറയുന്നു, ജയിച്ചാൽ മാത്രമാണ് യേശാമൻ ഈ പറയുന്ന യേശാമൻ ഒരു യഥാർത്ഥമായ യേശാമൻ ഈ ജീവജലം എന്റെ അപ്പന്റെ വകയാ, എനിക്കും അതിന് അവകാശമുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ജയിച്ച് അവിടെ ചെല്ലണം.
അത് വളരെ ഇമ്പോർട്ടന്റ്. ആ ജയം എങ്ങനെയാണെന്ന് വെച്ചാൽ യെസ് ആമേൻ ഹല്ലേലൂയ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചേ പറ്റും. देखिए यहाँ पर खास बात हमने देखा है, जो प्यासा है वो ये जीवन के जल में से चैन में पी सकता है, लेकिन वो कभी ये नहीं कह सकता ये सारी चीजें मेरी हैं। उसके लिए अगला पद में इस तरह से लिखा है, जो जय पाएगा सिर्फ वही, जो जीवन में जय पाएगा वो ही कह सकता है कि वस्तुएं के वारिस बनेगा। वो पिता परमेश्वर को अपना कह सकता है कि तू मेरा पिता है और मैं तेरा संतान हूं। ഹല്ലേലൂയ യെസ് ആമേൻ ഹല്ലേലൂയ. അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ പറയാം, നമുക്ക് ജയിക്കണമെങ്കിൽ യെസ് എന്താ വേണ്ടേ? അവന്റെ കൽപ്പനയെ പ്രമാണിക്കണം. യെസ് മിനിമം യെസ് ആമേൻ ഹല്ലേലൂയ. ആ ഗ്രേറ്റസ്റ്റ് ആ ഒരു ദൈവത്തിന്റെ യേശു പറഞ്ഞ പുതിയ നിയമ കൽപ്പന, സ്നേഹത്തിന്റെ കൽപ്പന എങ്ങനെ പ്രമാണിക്കണം? ഈ സ്നേഹത്തിന്റെ കൽപ്പന എങ്ങനെ പ്രമാണിക്കും? യെസ് ആമേൻ നമുക്കൊരു പുതിയ ഹൃദയവും പുതിയ ആത്മാവിനെയും യെസ് കിട്ടാത്തിടത്തോളം കാലം ഒരു മനുഷ്യനും യെസ് യഥാർത്ഥമായ അകപ്പെ യെസ് ആമേൻ ഉള്ള ഒരു അവസ്ഥയിൽ ഉണ്ടാവില്ല. അവന് യഥാർത്ഥമായ സ്നേഹം ഉണ്ടാവത്തില്ല. പകരം യെസ് ടെമ്പററി അല്ലെങ്കിൽ മാനുഷികമായ ഒരു അവസ്ഥയെ മാത്രമേ ഉണ്ടാവൂ. യഥാർത്ഥമായ കൽപ്പനയെ പ്രമാണിക്കണമെങ്കിൽ നമുക്ക് ആ ദൈവം തന്നെ പുതിയ ഹൃദയം, അത് കല്ലായുള്ള അവസ്ഥയെ മാറ്റി യെസ് ആമേൻ മാംസളമായ അവസ്ഥ നൽകി, അവന്റെ ആത്മാവിന്റെ ബലം നമ്മിൽ നൽകി. യെസ് ആമേൻ ആ ആത്മാവിന്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് അവന്റെ കൽപ്പനകളിലും ചട്ടങ്ങളിലും നടക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ നടക്കുന്നവൻ മാത്രമേ ജയിക്കാൻ പോകുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഹല്ലേലൂയ യെസ് ആമേൻ നമ്മുടെ ഈ രണ്ട് സ്റ്റെപ്പും ശുദ്ധീകരണവും വേണം. നമ്മുടെ ഹൃദയത്തിന്റെ യെസ് ആമേൻ യഥാർത്ഥമായ ഒരു വിടുതൽ, യഥാർത്ഥമായ ഹൃദയത്തിന്റെ ഒരു ചേഞ്ച് നടന്നാൽ മാത്രമേ നമ്മൾ യെസാമേൻ നിത്യരാജ്യത്തിൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് യെസാമേൻ ഹല്ലേലൂയ ഈ വേദഭാഗങ്ങളെ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. देखिए इन वचनों को जब हम अध्ययन करते हैं तो ये बात हमारे स्पष्ट में सामने आता है। यदि परमेश्वर के वचन की आज्ञाओं को मानकर चलेगा वो ही परमेश्वर के राज में प्रवेश करेगा, जीवन में जय पाएगा। और परमेश्वर की आज्ञाओं को मानने के लिए हमारे अपने चेष्टा या कोशिश से नहीं होगा। हमारे एक नया मन हमारे अंदर में होना है, एक नया हृदय परमेश्वर हमें देगा करके बोला है। लेकिन उससे पहले हमें परमेश्वर की उस पवित्र जल से हमें धोकर पवित्र होना है, परमेश्वर के सम्मुख ठहरने लायक हमें पवित्रता ही जीवन में बरकरार रखना है। अब जाकर के हम इन आशीषों के वारिस बनेंगे। ഹല്ലേലൂയ യെസ് ആമേൻ ഹല്ലേലൂയ. അടുത്ത ആഴ്ച ഹല്ലേലൂയ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ പോകും. യെസ് ഇത് വളരെ വ്യക്തമായി യെസ് പഠിക്കുക. അപ്പോസ്തലന്മാർ ഇത് തന്നെയാണോ പഠിപ്പിച്ചത്? യെസ് ആമേൻ ഇതിനകത്ത് യെസ് ആമേൻ എത്രത്തോളം കാര്യമുണ്ട്? യെസ് ആമേൻ ഹല്ലേലൂയ. അതെ, ക്ലെൻസിങ്ങും സാങ്ക്ടിഫിക്കേഷനും യെസ് ആമേൻ അത് യെസ് ആമേൻ എന്താണ്, അതിന്റെ വ്യത്യാസം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കും. യെസ് ആമേൻ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയും മിസ്സാകാതെ തന്നെ യെസ് ആമേൻ അതുപോലെ ഇത് മറന്നു പോകാതെ തന്നെ യെസ് ആമേൻ ഹല്ലേലൂയ യെസ് ഇത് അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ കേട്ട കാര്യം സത്യമാണോ എന്ന് യെസ് ആമേൻ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് ദൈവത്തോട് തന്നെ ചോദിച്ച് യെസ് ആമേൻ ഹല്ലേലൂയ യെസ് ധ്യാനിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ യെസ് ആമേൻ അവർ ചെയ്യും. യെസ് ആമേൻ ഹല്ലേലൂയ നമ്മളെ യെസ് യഥാർത്ഥമായ നിത്യജീവന്റെ പാതയിലോട്ട് തന്നെ അവർ നടത്തി യെസ് ആമേൻ നമുക്ക് ആ നിത്യജീവൻ ധാരാളമായി നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. देखिए आज मैं अपनी बातों को यहाँ पर समाप्त करूंगा और आपसे विनती करूंगा कि आप परमेश्वर से प्रार्थना करें और परमेश्वर के उस मनसा को जाने। क्या जो वचन हमने आज पढ़ा है वास्तव में यही है क्या? मेरे जीवन में भी ये लागू है क्या? मैं वचन के अधीन में हूँ? मैं परमेश्वर के सम्मुख अपने पवित्रताई को कैसे बरकरार रखता हूँ? उनके लहू से मैं कैसे धोकर शुद्धि पाया हूँ अपने जीवन में? और परमेश्वर के वचनों को मेरे जीवन में कैसा मानता हूँ, उनके वचनों पर कैसा चलता हूँ? अगर नहीं है तो परमेश्वर से अनुग्रह मांगे और इंतजार करें। अगला सप्ताह अगर परमेश्वर के आने में देरी हो तो इन्हीं वचनों को फिर से और आगे की बातों को हम देखेंगे और परमेश्वर इन वचनों के द्वारा हमें बहुतायत से आशीष दे।